ആലപ്പുഴയിൽ പ്രസവം നിർത്താനുള്ള ശസ്ത്രക്രിയക്കിടെ മരിച്ച യുവതിയുടെ പോസ്റ്റ്മോർട്ടം വിദഗ്ധ പോലീസ് സർജന്മാരുടെ നേതൃത്വത്തിൽ നടക്കും. ബന്ധുക്കളുടെ ആവശ്യം പരിഗണിച്ചാണ് ആലപ്പുഴ ജില്ലാ കളക്ടർ ജോൺ വി സാമുവലിന്റെ ഉത്തരവ്. ആലപ്പുഴ പഴയവീട് സ്വദേശി ആശാ ശരത്ത് ഇന്നലെ വൈകിട്ടാണ് മരിച്ചത്. വനിതാ ശിശു ആശുപത്രിയിലെ ശസ്ത്രക്രിയക്കിടെ ഉണ്ടായ പിഴവാണ് മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. പ്രസവം നിർത്താനുള്ള താക്കോൽ ദ്വാര ശസ്ത്രക്രിയക്കിടെ ശാരീരിക അസ്വസ്ഥത ഉണ്ടായതിലും പിന്നീട് മരണം സംഭവിച്ചതിലും വിദഗ്ധ സർജന്മാർ പോസ്റ്റ്മോർട്ടം നടത്തണമെന്നായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം. ആശയുടെ സഹോദരൻ അരുണും മറ്റു ബന്ധുക്കളും ആലപ്പുഴ ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക വസതിയിലെത്തി പരാതി നൽകി. രാവിലെ തുടങ്ങേണ്ടിയിരുന്ന പോസ്റ്റ്മോർട്ടം ഇതുമൂലം വൈകി. തീർച്ചയായും 100% ചികിത്സാ പിഴവ് തന്നെ, അത് ഞങ്ങൾക്ക് അറിയാം. അതായത് 3 ദിവസമായിട്ട് ഈ WNC ഹോസ്പിറ്റലിലോട്ട് നടന്ന് സകല ടെസ്റ്റുകളും ചെയ്തതാണ്. എല്ലാ ടെസ്റ്റും ചെയ്തതാണ്. ടെസ്റ്റ് ചെയ്തിട്ടാണ് ഡോക്ടർ ഡേറ്റ് ഫിക്സ് ചെയ്തത്. കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിച്ച് ഒരു ഫോറൻസിക് സർജൻ, 2 പോലീസ് സർജൻ അടക്കം വിദഗ്ധ സംഘത്തെ പോസ്റ്റ്മോർട്ടത്തിന് നിയോഗിക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി. ആശയുടെ മരണത്തിന് കാരണം വനിതാ ശിശു ആശുപത്രിയിലെ പിഴവെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഇതൊരു കാർഡിയാക് അറസ്റ്റ് ആണെന്ന് വരുത്തി തീർക്കാനുള്ള ഹോസ്പിറ്റലിൻ്റെ ഒരു രീതിയാണിത്. നമ്മൾ അഡ്മിറ്റ് ചെയ്ത് അവിടെ 10 മിനിറ്റിന് ശേഷമാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നതല്ല. അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് ബലമായ ഒരു സംശയമുണ്ട്. ഈ സംഭവം നമ്മൾ എന്താണെങ്കിലും നിയമത്തിൻ്റെ ഏറ്റവും മേളിൽ വരെ കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സ്വകാര്യ മെഡിക്കൽ സ്റ്റോറിൽ ഫാർമസിസ്റ്റായ ആശയെ വെള്ളിയാഴ്ച രാവിലെയാണ് ശസ്ത്രക്രിയയ്ക്കായി കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ശസ്ത്രക്രിയക്കിടെ അസ്വസ്ഥതയുണ്ടാവുകയും അമിത രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തു. ഗുരുതരാവസ്ഥയിലായിട്ടും 1 മണിക്കൂറോളം കഴിഞ്ഞാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയതെന്നാണ് പരാതി. ഇവിടെ ചികിത്സയിലിരിക്കെയാണ് മരണം. വിദേശത്ത് ജോലി ചെയ്യുന്ന ആശയുടെ ഭർത്താവ് ശരത്ത് നാളെ നാട്ടിലെത്തും. 7ഉം 4ഉം വയസ്സുള്ള 2 കുട്ടികളുണ്ട്. 24 ആലപ്പുഴ.